ദിവിഷ്, പെരുമഴയാണ് പെയ്തത്. പെരുമഴ പെയ്ത് കുറച്ചൊന്ന് തോർന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഭാഗത്ത് നിന്നാണ് ആ അപകട സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം എത്തിക്കാൻ കഴിയുക. കാരണം ആ റോഡിലൂടെ മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്നാണ് ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിയുക. അതാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ മണ്ണ് പാറയൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. അത് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ട്രക്കിന് വേണ്ടിയോ അല്ല, ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അവിടെ മണ്ണ് നീക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. ഗംഗാവലി പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നില്ല എന്നതാണ്. NDRFO നാവികസേനയോ പുഴയിൽ തിരച്ചിൽ നടത്തുന്നില്ല. ഏകദേശം ഒരു മണിക്കൂറിലധികമായി സംഘം ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് കരയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം നാവികസേനയുടെ ബോട്ട് ഇവിടെ നിന്ന് അവരുടെ ഒരു വാഹനത്തിൽ കൊണ്ടുപോയിട്ടുമുണ്ട്. തോന്നുന്നത് ഇവിടെ നിന്ന് ഗംഗാവലി പുഴ ഒഴുകി ഏകദേശം ഒരു 8 കിലോമീറ്റർ കഴിഞ്ഞാലാണ് കടലിനോട് ചേരുന്നത്. ആ മേഖലയിൽ കൂടി തിരയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നതാണ്. ഇന്ന് ഒരു മൃതദേഹം ലഭിച്ചത് ഈ പ്രദേശവാസിയായ ഉളുവറ എന്നാണ് ഈ സ്ഥലത്തിന്റെ എക്സാക്ട് ലോക്കൽ സ്ഥലത്തിന്റെ പേരെന്നത്. അതായത് ഇതിനപ്പുറത്തെ ഷെരൂരെന്നും ഇവിടെ ഉളുവറ എന്നുമാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് ലഭിച്ചത്. അത് ഗംഗാവലി പുഴ ഒഴുകി ഗംഗക്കൊള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മൃതദേഹം ലഭിച്ചത്. നേരത്തെയും ആ മേഖലയിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കിട്ടിയിരുന്നത് എന്നതാണ്. അതായത് കടലിനോട് ചേരുന്ന ഭാഗത്ത് വെച്ച് തന്നെയാണ്. അവരുടെ വീടിന്റെ അവശേഷിപ്പുകളാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുക. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ 5 വീടുകളാണ് പൂർണ്ണമായും തകർന്നു പോയത്. ഇതിൽ 4 തറ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ്. ബാക്കി കംപ്ലീറ്റ് ടോട്ടലി കൊളാപ്സ് എന്നൊരു സ്ഥിതിയാണ്. ഇവിടെയുള്ള നിരവധി ആളുകൾ കുംറ്റയിലെയും ഉളുവറയിലെ സ്വകാര്യ ആശുപത്രിയിലും കുംറ്റയിലെ താലൂക്ക് ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. ബാക്കി വീട് തകർന്നുപോയ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അടുത്തായി ഒരു കോളേജ് ഉണ്ട്, അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെയാണ് കഴിയുന്നത്. സണ്ണി എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയത്. അത് അല്പസമയം മുമ്പ് ഇതിന് കുറച്ച് അപ്പുറയായി സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ വന്നു, പക്ഷേ ഈ വീടിനടുത്തൊന്നും നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗംഗാവലി അതിശക്തിയായി തന്നെ കുത്തിയൊഴുകുകയാണ്. ഇവിടെയുള്ള ഒഴുക്ക് തിരച്ചിലിന് വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഴ പെയ്യുന്ന സമയത്ത് ദൌത്യസംഘം കരയിലേക്ക് കയറി നിൽക്കുന്നു. മഴ കുറച്ച് മാറി നിൽക്കുമ്പോൾ ഇറങ്ങി തിരയുന്നു എന്നതാണ്. ഒപ്പം മണ്ഡിട്ട തുരന്ന് തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് ഒഴുകി വന്ന് പുഴയ്ക്ക് കുറുകെ രൂപപ്പെട്ട വലിയ മണ്ഡിട്ടകൾ ഇതാ ഈ ഭാഗത്തായാണ് നമുക്ക് കാണാൻ കഴിയും. മണ്ണും അതുപോലെ പാറകളും ഒക്കെ ഉണ്ട്. അത് തുരന്ന് പരിശോധിക്കുക എന്ന തീരുമാനത്തിലാണ്. പക്ഷേ അത് ഇന്നുണ്ടാകില്ല, ആ തിരച്ചിൽ ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കനത്ത മഴ പുഴയിലെ തിരച്ചിലിന് വെല്ലുവിളിയായി തുടരുന്നു. മഴ ഇന്നല്ല, ഈ ദിവസങ്ങളായി ഇവിടെ മഴ പെയ്യുന്ന. രാഹുലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ട്. മറുകരയിലെ സംഭവങ്ങളാണ് രാഹുൽ പറഞ്ഞ. വീടുകൾ പൂർണ്ണമായും തകർന്നു. അവിടുന്ന് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കിട്ടിയത്. ഏകദേശം 7-8 കിലോമീറ്റർ അകലെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അതാണ് അവിടുത്തെ ആളുകളുടെയും അവസ്ഥ.